Now, as we speak about aortic valve പ്രശ്നങ്ങൾ, അതിനകത്ത് രണ്ട് തരം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന് സ്റ്റിനോസിസും ഒന്ന് റീഗർക്കിറ്റേഷനും. റീഗർക്കിറ്റേഷൻ എന്ന് പറയുന്നത് ബാക്ക് ഫ്ലോ കാരണം ഉണ്ടാകുന്നതിനെയാണ് റീഗർക്കിറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻകോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. സോ എനി വാൽവ് വിൽ ഹാവ് ദീസ് ടു കണ്ടീഷൻസ്. ഇറ്റ് ക്യാൻ ബി എ കോമ്പിനേഷൻ. വളരെ കോമൺ ആയിട്ട് അയോട്ടിക് വാൽവിൻ്റെ ഡിസീസിൽ സ്റ്റിനോസിസ് വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ റിഗർക്രിറ്റേഷനും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണും. ബിക്കോസ് ഓഫ് സ്റ്റിനോസിസ് റിഗർക്രിറ്റേഷനും ഉണ്ടാവും. നൗ ഇതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കോസ് എന്ന് പറയുന്നത് കഞ്ചനൈറ്റൽ ആവാം. റുമാറ്റിക് ഫീവർ വന്നിട്ട് വാൽവ് ഡിസോർഡേഴ്സിൽ വാൽവിനെ ഇൻവോൾവ് ചെയ്ത് വരുന്ന റുമാറ്റിക് ഡിസീസ് കാരണം ഉള്ള പോസിറ്റീവ് ഫാക്ടറായിട്ട് വാൽവിന് പ്രശ്നം വരാം, വിച്ച് ഇസ് ഗെറ്റിംഗ് ഇൻഫെക്റ്റഡ്. ആ ഇൻഫെക്ഷൻ കാരണം അതിന് മാൽ ഫങ്ഷൻ വരുന്നു, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഫങ്ഷണൽ, അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം, അതെറോസ്ക്ലറോസിസ് കാരണം തിക്കനിങ് ഓഫ് ദി വാൽവ്സ് ഉണ്ടായിട്ട്, അല്ലെങ്കിൽ സിഫിലിറ്റിക് ചേഞ്ചസ് കാരണം. ദീസ് ആർ ഓൾ ദി ബേസിക് ആയിട്ടുള്ള കോമൺ റീസൺസ് ഫോർ ഇത്തിയോളജിക്കൽ ഫാക്ടേഴ്സ് ഫോർ അയോട്ടിക് വാൽവിൻ്റെ ഡിസോർഡേഴ്സ്. ഇത് കോമ്പിനേഷനായിട്ട് വരാനായിട്ടാണ് ഏറ്റവും കൂടുതൽ സാധ്യത. വെൻ ദർ ഇസ് സ്റ്റിനോസിസ് ദർ വിൽ ബി റിഗർഗിറ്റേഷൻ ഓഫ് ദി അയോട്ടിക് വാൽവ്. നൗ ഇതിൻ്റെ കാൽസിഫിക്കേഷൻസ് എല്ലാം ഉണ്ടാവുമ്പം ഇറ്റ് ഇസ് എ ട്രൈകസ്പിഡ് വാൽവ്. ബട്ട് കഞ്ചനൈറ്റലായിട്ട് ബൈകസ്പിഡ് ആയിട്ട് വന്നാലും ഇങ്ങനെ സ്റ്റിനോസിസ് അല്ലെങ്കിൽ റിഗർഗിറ്റേഷൻസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. Normally an aortic valve is a tricuspid valve. ആ ട്രൈകസ്പിഡ് വാൽവിന് അല്ലാതെ കഞ്ചനൈറ്റലി ഇറ്റ് ഇസ് ഫോംഡ് ആസ് എ ബൈകസ്പിഡ് വാൽവ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിനോസിസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ, ദാറ്റ് ഇസ് നാരോയിങ് ആൻഡ് റിഗർഗിറ്റേഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. നൗ ഇത് വരുമ്പം വാട്ട് ഈസ് ഹാപ്പനിങ്? It is a result of the valve of the disease of the valve cups and maybe due to the narrowing of the outflow tract below the valve or above the valve. Narrowing of the outflow below the valve അല്ലെങ്കിൽ above the valve വരുമ്പം subvalvular അല്ലെങ്കിൽ supravalvar എന്ന് ഉള്ള സ്റ്റിനോസിസ് ആയിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കും. നൗ വാട്ട് ആർ ദി ഇത്തിയോളജിക്കൽ ഫാക്ടേഴ്സ്? നൗ ഇതിൻ്റെ ഇത്തിയോളജിക്കൽ ഫാക്ടേഴ്സ് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഞ്ചനൈറ്റൽ ആകാം, റുമാറ്റിക് ഓർ സ്ക്ലെറോട്ടിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആകാം. ആൻഡ് ഇത് ഏറ്റവും കൂടുതൽ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ് കാണപ്പെടുന്നത്. ആൻഡ് വിത്ത് നോ ഇൻവോൾവ്മെൻറ്റ് ഓഫ് അതർ വാൽവ്സ്. അയോട്ടിക് ആയിട്ട് മാത്രമായിട്ട് വേറെ വാൽവ്സിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പ്യൂർലി അയോട്ടിക് ഇൻവോൾവ്മെൻറ്റ് മാത്രമായിട്ടാണ് മിഡിൽ ഏജ്ഡുള്ള ആൾക്കാരിൽ കാണുന്നത്, ഇഫ് ഇറ്റ് ഇസ് നോട്ട് കഞ്ചനൈറ്റൽ. ഓക്കെ. ആൻഡ് ഈ സ്റ്റിനോസിസിൻ്റെ കൂട്ടത്തിൽ ഇറ്റ് വിൽ ബി ഓഫൻ അസോസിയേറ്റഡ് വിത്ത് റിഗർഗിറ്റേഷൻ. സ്റ്റിനോസിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്കമായിട്ട് റിഗർഗിറ്റേഷനും വരാറുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത്? പെത്തോഫിസിയോളജി എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും 100% അയോട്ട ഓപ്പൺ ചെയ്യണം വെൻ യുവർ വെൻട്രിക്കിൾസ് കോൺട്രാക്ട്. യുവർ ലെഫ്റ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പം ആ ലെഫ്റ്റ് വെൻട്രിക്കിളിലുള്ള ബ്ലഡ് ഇറ്റ് ഷുഡ് പമ്പ് ഇൻ ടു ദി അയോട്ട. ഫോർ ദാറ്റ് യുവർ അയോട്ടിക് വാൽവ് ഷുഡ് ഓപ്പൺ ഫുള്ളി. അത് ഓപ്പൺ ചെയ്യാതെ ഒരു 25% മാത്രമേ ഓപ്പൺ ആകുന്നുള്ളെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ സീരിയസ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് അയോട്ടിക് സ്റ്റിനോസിസ്. ഇത് യൂഷ്വലി വളരെ ഫേറ്റൽ ആകാനായിട്ട് സാധ്യതയുള്ള ഒരു സിനേറിയോ ആയിട്ട് മാറും. ആൻഡ് ഇതിൻ്റെ അകത്ത് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ റെസ്പോൺസ് ടു പ്രഷർ ലോഡ്. ബിക്കോസ് സ്റ്റിനോസിസ് വരുന്നു, കോൺട്രാക്ഷൻ ലെഫ്റ്റ് വെൻട്രിക്കിളിലേത് നടക്കുമ്പം ഈ സ്റ്റിനോസിസ് കാരണം വളരെ കുറച്ച് ബ്ലഡ് അയോട്ട വഴി സിസ്റ്റമിക് സർക്കുലേഷനിലോട്ട് പോകുന്നുള്ളൂ. സോ ദ റെസ്റ്റ് ഓഫ് ദ ബ്ലഡ് ഈസ് ബീങ് പൂൾഡ് വിതിൻ യുവർ വെൻട്രിക്കിൾസ്. സോ ലെഫ്റ്റ് വെൻട്രിക്കുലർ സിസ്റ്റോളിക് പ്രഷർ വല്ലാതെ കൂടും. ആൻഡ് ഈ സിസ്റ്റോളിക് പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് അയോട്ട, ഓക്കെ, ആ പ്രഷർ ഡിഫറൻസ് നന്നായിട്ട് അത് കാണുകയും ചെയ്യും. ഇത് കാരണം ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ അകത്ത് ബ്ലഡ് പൂൾ ചെയ്യുന്നതുകൊണ്ട് ഈ വെൻട്രിക്കുലർ മസിൽസിന്, ലെഫ്റ്റ് വെൻട്രിക്കുലർ മസിൽസ്
thicken down because of more contraction. The more they stretch, the more they contract. So ആ കോൺട്രാക്ഷൻ സിവിയർ ആയിട്ട് ഫോഴ്സ്ഫുൾ ആയിട്ട് കോൺട്രാക്ട് ചെയ്ത് മാക്സിമം ആയിട്ട് പുഷ് ചെയ്യാനായിട്ട് നോക്കുമ്പം ദ ബ്ലഡ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇൻ ടു ദി അയോട്ട അത് പിന്നെയും സിവിയർ ആയിട്ട് ചെയ്യുമ്പം ദി മസിൽസ് ഓഫ് ദി ലെഫ്റ്റ് വെൻട്രിക്കിൾ വിൽ തിക്കൻ ആൻഡ് ഇത് കുറേ നേരം കഴിയുമ്പം എൻലാർജ്മെൻറ്റ് ഓഫ് ദി ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി കാണപ്പെടും in the long run of aortic stenosis. And this is the progression as the hypertrophy progresses as the valve orifices narrows. ഇത് നാരോ ആകുന്തോറും പിന്നെയും പ്രഷർ കൂടുന്നു ലെഫ്റ്റ് വെൻട്രിക്കിളിൽ. ആ പ്രഷർ കൂടുന്നതനുസരിച്ച് പിന്നെയും കോൺട്രാക്ഷൻ മാക്സിമം ആകാൻ നോക്കുന്നു ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി പിന്നെയും കൂടിക്കൊണ്ട് ഇരിക്കും ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ എൻലാർജസ്. ഓക്കെ.